പുതുചരിത്രം കുറിച്ച് ദലാൽ സ്ട്രീറ്റ്. സർവകാല റെക്കോർഡ് തിരുത്തി സെൻസെക്സും നിഫ്റ്റിയും. സെൻസെക്സ് ആദ്യമായി 74,700 കടന്നു. 9 മാസം കൊണ്ട് വിപണി മൂല്യത്തിലെ വർധന 100 ലക്ഷം കോടി. ചരിത്രത്തിൽ ആദ്യമായി ബോംബെ ഓഹരി സൂചികയിലെ ആസ്തി 400 ലക്ഷം കോടി കടന്നു. ഓട്ടോ ഓഹരികൾക്ക് വൻ നേട്ടം. വീണ്ടും സർവകാല റെക്കോർഡിലെത്തി സ്വർണ്ണവില. റെക്കോർഡ് തിരുത്തുന്നത് ഈ മാസം 3-ാം തവണ. പവന് 240 രൂപ കൂടി 52,520 രൂപയും ഗ്രാമിന് 30 രൂപ ഉയർന്ന് 6,565 രൂപയുമായി. ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് 60,000 രൂപയോളം മുടക്കണം. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണം ഔൺസിന് $2,300 കടന്നു. ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന സൂചനയും ചൈനയിലെ ഡിമാൻഡ് കൂടിയതും വില കൂടാനിടയാക്കി. രാജ്യത്ത് മൊബൈൽ വാലറ്റുകൾ വഴിയുള്ള പണമിടപാടുകളിൽ വൻ കുതിച്ചുചാട്ടം. 2019-നും 2023-നും ഇടയിൽ മൊബൈൽ വാലറ്റ് ഇടപാടുകളിൽ രേഖപ്പെടുത്തിയത് 72.1% വർധനയെന്ന് ഗ്ലോബൽ ഡേറ്റ റിപ്പോർട്ട്. 2028ഓടെ ഇടപാടുകളുടെ മൂല്യം 531 ലക്ഷം കോടി കവിയുമെന്നും ലണ്ടൻ ആസ്ഥാനമായ ഡേറ്റ അനലിറ്റിക്സ് സ്ഥാപനം. യാത്രാവാഹന വിൽപ്പനയിൽ രാജ്യത്ത് പുത്തൻ റെക്കോർഡ്. 2023 സാമ്പത്തിക വർഷത്തിൽ വിറ്റഴിച്ചത് 39,48,143 യൂണിറ്റുകളെന്ന് ഫാഡ. വാഹന വിപണിയിലെ SUVകളുടെ വിഹിതം 50% കണക്കുകൾ. മികച്ച വാഹനങ്ങളുടെ വിൽപ്പന, ആകർഷകമായ പുതിയ മോഡലുകളുടെ ലഭ്യത, ഇലക്ട്രിക് വാഹന നയം എന്നിവ അനുകൂലമായെന്ന് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. AI ബ്രൗസിംഗ് കാലത്തേക്ക് സജ്ജമാകാൻ ടെക് ഭീമന്മാർ. ബ്രൗസറുകൾ മികച്ചതാക്കാൻ മൈക്രോസോഫ്റ്റും ഗൂഗിളും. ഹെൽപ് മീ റൈറ്റ് ഫീച്ചർ ക്രോമിന്റെ കരുത്തുകൂട്ടുന്നുവെന്ന റിപ്പോർട്ട്. ഐഫോൺ തെരച്ചിൽ വേഗത്തിലാക്കാൻ ബ്രൗസ് ഫോർ മീ. എന്തായാലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ ആ മുന്നേറ്റം, അമേരിക്കൻ വിപണികളിലെ മുന്നേറ്റം, അത് ഇന്ത്യൻ വിപണികളെ ഏറെ തുണച്ച ഒരു ദിവസമാണ്. ഇന്ന് റെക്കോർഡ് കടന്ന് കുതിപ്പിലായിരുന്നു ദലാൽ സ്ട്രീറ്റ്. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് സർവകാല റെക്കോർഡ് ഭേദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആ സർവകാല റെക്കോർഡ് എന്ന് പറയുന്ന ആ പോയിന്റിന് മുകളിലാണ് വ്യാപാരം നടക്കുന്നതെന്ന് നിക്ഷേപകർക്ക് വലിയ സന്തോഷമുള്ള വാർത്തയാണ്. അതുപോലെ ആദ്യമായി BSEയിലെ ഓഹരി മൂല്യം എന്ന് പറയുന്നത് 400 ലക്ഷം കോടി കടന്നു. ഇത് ഒരു 100 ലക്ഷം കോടി ക്രൂസ് ചെയ്യാനായിട്ട് വെറും 9 മാസം എടുത്തത്. കഴിഞ്ഞ ജൂലൈ 5-ാം തീയതിയാണ് ഈ 300 ലക്ഷം കോടി എന്ന പോയിന്റ് കടന്നിരുന്നത്. അപ്പോൾ ഇവിടെ ദേശീയ ഓഹരി വിപണിയിൽ നോക്കിക്കഴിഞ്ഞാൽ 157 പോയിന്റ് ഉയർന്ന് 22,670 എന്ന റെക്കോർഡ് നിലയിൽ തന്നെയാണ് വ്യാപാരം തുടരുന്നത്. ബാങ്ക് ഓഹരികളും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും വളരെ നേട്ടത്തിലാണ്. ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 492 പോയിന്റ് ഉയർന്ന് 74,739 എന്ന റെക്കോർഡ് നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ വിപണിയുടെ വിശദാംശങ്ങൾ പറയുന്നതിനായി ശ്രീ പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS നമ്മോടൊപ്പമുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. എന്തായാലും രണ്ട് വിപണികളും, ദേശീയ ഓഹരി വിപണിയും ബോംബെ ഓഹരി സൂചികയും റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് എത്ര സമയം നിലനിൽക്കും? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. മാർക്കറ്റ് ഇന്ന് വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് തന്നെ മാർക്കറ്റ് പതുക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു. അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 22,697 ലെവൽ വരെ കയറി. അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു. എന്നാലും അതിനകത്ത് ഒരു സെല്ലിംഗ് എന്ന് പറയാനില്ല, ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ബൈയിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഉയർന്നു തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത്. നാളെയും മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കാനാണ് സാധ്യത. ഈ ആഴ്ചയിൽ നമുക്കൊരു ഹോളിഡേ ഉണ്ട്, വ്യാഴാഴ്ച ട്രേഡിംഗ് ഹോളിഡേ ആണ്. അതുകൊണ്ട് ഈ ആഴ്ച 4 ട്രേഡിംഗ് ഡേയ്സേ ഉള്ളൂ. മാർക്കറ്റ് ഇന്നും നാളെയും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കാനാണ് സാധ്യത. ഇന്ന് കേരള കമ്പനികളായ താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.